ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ സ്റ്റേജ് കെട്ടി തിരുവനന്തപുരം തകരപ്പറമ്പിൽ സംഘടിപ്പിച്ച പരിപാടിയെ ചൊല്ലി വിവാദം. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ആമഴിഞ്ചാൽ തോട് പാർവതി പുത്തനാർ മെഗാ ക്ലീനപ്പ് ക്യാമ്പയിനോടനുബന്ധിച്ചാണ് റോഡിൽ വേദിയൊരുക്കിയത്. എന്നാൽ പരിപാടിയുമായി തിരുവനന്തപുരം കോർപ്പറേഷന് ബന്ധമില്ലെന്ന് മേയർ വി രാജേഷ് വ്യക്തമാക്കി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തകരപ്പറമ്പിൽ സംഘടിപ്പിച്ച പരിപാടിക്കായി റോഡിന്റെ ഭാഗത്ത് സ്റ്റേജ് നിർമ്മിച്ചതോടെ ഗതാഗതം തടസ്സപ്പെടുകയും വാഹനയാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തു. പരിപാടിയുടെ ഫ്ലെക്സിലും പ്രചരണ സാമഗ്രികളിലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ പേരും മേയർ വി രാജേഷിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ പരിപാടിയുമായി കോർപ്പറേഷന് യാതൊരുവിധ ബന്ധമില്ലെന്ന് മേയർ പ്രതികരിച്ചു. തന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് നിരവധി ഫ്ലെക്സുകൾ സ്ഥാപിക്കാറുണ്ടെന്നും എല്ലാ പരിപാടികളിലും താൻ പങ്കെടുക്കണമെന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് മുൻകൂട്ടി നിശ്ചയിച്ച 2 പരിപാടികൾ മാത്രമാണ് പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്നും മേയർ വ്യക്തമാക്കി. കോർപ്പറേഷന്റെ പേരും ഔദ്യോഗിക ചിഹ്നവും ദുരുപയോഗം ചെയ്തതായി കണ്ടെത്തിയാൽ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും വി രാജേഷ് അറിയിച്ചു. എൻ്റെ ഫോട്ടോ വയ്ക്കുന്ന പരിപാടികളിൽ നടപടിയെടുക്കാനൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനം പറ്റില്ല. അങ്ങനെ തെറ്റൂരൊന്നും പുറപ്പെടുവിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളൊക്കെ ജനങ്ങളുടെ നിന്ന് വോട്ട് ചോദിച്ച് ജയിക്കുന്നവരാണ്. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കും. കോർപ്പറേഷൻ്റെ ഔദ്യോഗിക പരിപാടി റോഡ് കെട്ടിയടച്ച് നടത്തുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളോടൊന്നും ചോദിക്കണ്ടേ? ഇത് PWD റോഡ് ഇങ്ങനെ ചെയ്തപ്പോഴേക്കും അവിടുത്തെ പോലീസ് അവിടെ പോയിരുന്നു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന്റെ പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഗതാഗത തടസ്സത്തിന് കാരണമായതും അതേസമയം കോർപ്പറേഷന്റെ പേര് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട വിവാദവും ഇപ്പോൾ ചർച്ചയാവുകയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.